ഓം നമ ശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തെ ഗ്രഹസ്ഥിതി പറഞ്ഞുകൊണ്ട് തന്നെ നക്ഷത്രഫലം ആരംഭിക്കാം. വെള്ളിയാഴ്ച ദിവസം ചന്ദ്രൻ വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നു, സൂര്യൻ മീനൻ രാശിയിൽ നിൽക്കുന്നു, ശുക്രൻ മീനൻ രാശിയിൽ നിൽക്കുന്നു, ബുധൻ മീനൻ രാശിയിൽ നിൽക്കുന്നു, രാഹു മീനൻ രാശിയിൽ നിൽക്കുന്നു, ശനി കുംഭൻ രാശിയിൽ മൗഢ്യനായിട്ട് നിൽക്കുന്നു, വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു, ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു, കേതു കന്നി രാശിയിൽ നിൽക്കുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് നക്ഷത്രഫലം പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് ബന്ധുക്കളിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. വ്യക്തിപരമായ ജീവിതത്തിൽ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും മാതാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. പിതാവിനെ കൊണ്ടും നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. പിതാവ് അന്യദേശവാസം അല്ലെങ്കിൽ വീട് വിട്ട് മാറി താമസിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. മക്കളുടെ കാര്യവും ഇവർക്ക് അനുകൂലമായ സ്ഥിതിയല്ല വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധ്യതകളുള്ള വലിയ പ്രതിസന്ധിയൊന്നും ഈ ജാതകർക്ക് വന്നു ചേരുവാൻ സാധ്യതയില്ല. എങ്കിൽ പോലും ചെറിയ രീതിയിലൊക്കെ ഭയപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് പെൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്ന ദിവസമല്ല വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഒരു പരിധിവരെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മാരകമായ രോഗങ്ങളൊന്നും തന്നെ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയില്ലെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് ഇവർക്ക് ധനസമൃദ്ധി, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ മേടക്കുറിൽപ്പെട്ട പലർക്കും ഈ ഭാഗ്യാനുഭവമോ ധനപരമായ നേട്ടമോ വ്യാഴൻ 2-ൽ നിൽക്കുന്നതിൻ്റെ നേട്ടമൊന്നും വന്നു ചേരുന്നില്ല. പലർക്കും രാഹുവിൻ്റെ സ്വാധീനമാണ്. രാഹു അവരുടെ ജീവിതത്തിൽ പുറകോട്ടടിക്കുന്നു. അല്ലെങ്കിൽ നേട്ടങ്ങളൊന്നും വന്നു ചേരാതെ രാഹു അതെല്ലാം തടസ്സപ്പെടുത്തി കളയുന്നൊരു സാഹചര്യമാണ് ഒട്ടുമിക്ക മേടക്കുറുകാരുടെയും ജീവിതത്തിൽ. ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇപ്പോൾ അത്ര അനുകൂലമല്ല. ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല. ഏതൊരു കാര്യത്തിലും തൻ്റെ അടുത്തോടു കൂടി കടന്നു ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനുള്ള ഒരു ഊർജ്ജം ഈ ജാതകർക്കില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പിതാവ് മുഖേനയുള്ള നഷ്ടസാധ്യതകളും ചിലർക്കൊക്കെ ഉണ്ട്. ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ട് താനും. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി ആണ് കടന്നു പോകുന്നത്. മാതാവിൻ്റെ കാര്യത്തിൽ ഇവർക്ക് പ്രതികൂലമായ അനുഭവമാണ്. പിതാവിനെ കൊണ്ടും പ്രതികൂലമായ അനുഭവങ്ങളാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. തൊഴിലിടങ്ങളിൽ മേലധികാരിയുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞ് ജീവിക്കുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊന്നും നിശ്ചലമായി പോകുന്നൊരു ദിവസമായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ വേണ്ടുവോളം വന്നു ചേരാത്തൊരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും സുഖസ്വസ്ഥ ദേഹന്മാർ ഏറെക്കുറെ പ്രതീക്ഷിക്കാം. കുടുംബസുഖവും ധനപരമായ നേട്ടവും എന്നിവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായി നിൽക്കുന്നു. ഈ ജാതകരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ പെൺമക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ വലിയ ദോഷമായി വന്നു ചേരാത്തൊരു സാഹചര്യമാണ്. മാരകമായ രോഗമോ കടബാധികളോ ശത്രുതകളോ ഇവർക്ക് ഭീഷണിയായിട്ട് നിൽക്കാത്തൊരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം. ദാമ്പത്യ ജീവിതത്തിൽ ഏറെക്കുറെ തൃപ്തികരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാരകമായ പ്രതിസന്ധികളൊന്നും തന്നെ ഈ ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയില്ല. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് തുണയായിട്ട് നിൽക്കുന്ന ദിവസമല്ല. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നില്ല. എങ്കിലും ജീവിച്ചു പോകാനുള്ള തൊഴിൽപരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു. പിതാവ് മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ വന്നു ചേരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ, ബന്ധുക്കൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ തരക്കേടില്ലാത്ത ജീവിത സാഹചര്യവുമായിട്ട് കടന്നു പോകാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് ഇടവക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളിനെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥ ദേഹന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. എങ്കിൽ പോലും സുഹൃത്തുക്കൾ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. വസ്ത്രവ്യാപാരികൾ, അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ, കലാകാരന്മാർക്കൊക്കെ അനുകൂലമായ ദിവസമായിട്ട് വെള്ളിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം കൊണ്ട് ദാമ്പത്യ ജീവിത വിജയവും അതുപോലെ തന്നെ സൗഭാഗ്യമായ അനുഭവങ്ങളും വെള്ളിയാഴ്ച ദിവസം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും ഇവരെ ഒട്ടുമിക്ക ആൾക്കാരെയും അലട്ടുന്ന ഒരു വിഷയമാണ്. 12-ൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് പലർക്കും പ്രതിസന്ധികൾ തന്നെയായിരുന്നു ജീവിതത്തിൽ. എന്നാൽ ഇപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വന്ന് തുടങ്ങിയിരിക്കുകയാണ്.
ഈ ജാതകരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖേനയുള്ളൊരു കാര്യവിജയം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നാൽ ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേട്ടമായിട്ട് വന്നു ചേരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിലെ പോരായ്മകളും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളും ഒക്കെ ഒന്നും മാറി നിൽക്കുന്ന ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം. തന്മൂലം സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരുവാൻ സാധ്യതയില്ലാത്ത ദിവസമാണെങ്കിലും ലാഭകരമായ അനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരുവാൻ സാധ്യതയില്ലാത്ത ദിവസമാണെങ്കിലും പിതാവ് മുഖേന, സുഹൃത്തുക്കൾ മുഖേന, സഹോദരങ്ങൾ മുഖേന, തൊഴിലിടങ്ങളിലെ മേലധികാരികളുടെ സഹായ സഹകരണങ്ങൾ മുഖേന സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതങ്കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഏറെക്കുറെ സുഖസ്വസ്ഥ ദേവന്മാർ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും വേണ്ടുവോളം ഉണ്ടാകണമെന്നില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളും വേണ്ടുവോളം ലഭിക്കണമെന്നില്ല. ഈ ജാതകരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടമൊന്നും പ്രതീക്ഷിക്കുന്നത് പോലെ വന്നു ചേരാത്ത ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊന്നും ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ഈ ജാതകരെ സംബന്ധിച്ച് മാതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ ഏറെക്കുറെ മെച്ചമായിട്ട് വന്നു ചേരുന്ന ഒരു സാഹചര്യമായിട്ട് ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാം. എങ്കിലും പൂർണ്ണമായിട്ടും തൃപ്തികരമാകണമെന്നില്ല. ഇഷ്ടക്കേടുകളും പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളാൽ വലിയ പ്രതിസന്ധിയൊന്നും ഇവരെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമല്ല. എങ്കിലും പൂർണ്ണമായിട്ടും തൃപ്തികരമായൊരു ജീവിതം ഉണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിതം തൃപ്തികരമാകണമെന്നില്ല. ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകണമെന്നില്ല. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് ഉണ്ടാകണമെന്നില്ല. പലരും തൊഴിലില്ലാതെ ഭാരപ്പെടുന്നു. ചിലരൊക്കെ അവധിയെടുത്തൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഇവരുടെ ജീവിതത്തിലുണ്ട്. ലാഭകരമായ പല അനുഭവങ്ങളും വന്നു ചേർന്നേക്കാം. എങ്കിലും പക്ഷേ അതൊക്കെ തടസ്സപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കർക്കിടകക്കുറുകാരുടെ സമയം അങ്ങോട്ട് ശരിക്കും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളത് കർക്കിടകക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് അതിൻ്റെതായ നേട്ടമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന പലർക്കും പല പ്രായമാണല്ലോ, അപ്പം പലരുടെ ദശാകാലമാണല്ലോ. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങളൊന്നും അല്ലായിരിക്കും ഇത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അവരുടെ ദശാകാലത്തിൻ്റെ നേട്ടമായിരിക്കും അവർക്ക്. അപ്പോൾ അത് ചാരവശാലുള്ള നക്ഷത്രഫലമാണ് ഞാനീ പറയുന്നതെങ്കിലും അവർക്ക് പ്രായത്തിൻ്റെ അനുസരിച്ചുള്ള ദേശാകാല നേട്ടം ഉണ്ടെങ്കിൽ ഇതൊന്നും അവർക്ക് ബാധകമാകില്ല എന്നുള്ളതും കർക്കിടകക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം സംഭവിക്കുന്നത് സ്ത്രീകൾ മുഖേനയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടോ ഇഷ്ടക്കേടുകൾ കൊണ്ടോ തൊഴിൽപരമായിട്ടുള്ള സ്ഥലം മാറ്റം അല്ലെങ്കിൽ സ്ഥാനമാറ്റത്തിനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നിലവിലുള്ള തൊഴിൽ സാഹചര്യം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ സാധ്യതയുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കുള്ളതെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഏറെക്കുറെ തൃപ്തികരമായ അവസ്ഥയിൽ കൂടി പോകുന്നു. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേന അനുഭവങ്ങളും വലിയ ദോഷമില്ലെങ്കിലും സ്ത്രീകൾ മുഖേനയുള്ള അനുഭവങ്ങൾ ദോഷമായിട്ട് വന്നു ചേരാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം തന്നെയാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. ഈ വെള്ളിയാഴ്ച ദിവസം അവർക്ക് ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാനൊരു ദിവസവും കൂടിയാണ്. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ഈ ജാതകരെ സംബന്ധിച്ച് രോഗം, ശത്രുത, കടബാധകളായുള്ള പ്രതിസന്ധികളൊന്നും ഇവരെപ്പോൾ അലട്ടുന്ന സാഹചര്യമല്ല. ദാമ്പത്യ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങളില്ലാതെ സന്തോഷമായിട്ടൊക്കെ കടന്നു പോകുന്നു. മാരകമായ പ്രതിസന്ധികളൊന്നും തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള രാജ്യവും ഇവർക്ക് നിൽക്കുന്നു. എന്നാൽ അഷ്ടമത്തിൻ്റെ അധിപനായ വ്യാഴമാണ് ഇവരെ തൊഴിൽപരമായിട്ട് സ്വാധീനിക്കുന്നതെങ്കിൽ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമോ ഉയർച്ചയോ ഒന്നും ഉണ്ടാകാതെ പ്രശ്നങ്ങളെ തുടർന്ന് സ്ഥലം മാറ്റത്തിനോ അല്ലെങ്കിൽ സ്ഥാനമാറ്റത്തിനോ ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കിയിരിക്കണം. ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നഷ്ടസാധ്യതകൾ വളരെ കുറവാണെങ്കിലും ചെറിയ രീതിയിലൊക്കെ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മാതാവ് മുഖേന ഉള്ള ഒരു നഷ്ടസാധ്യത ഇവരിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ചെറിയ രീതിയിലുള്ള അസ്വസ്ഥങ്ങളും പ്രയാസങ്ങളൊക്കെ മാതാവിന് വന്നു ചേരാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. പിതാവ് മുഖേനയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണവും അവർ മുഖേനയുള്ള ബുദ്ധിമുട്ടുകളും ഈ ജാതകർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കൽ, അത്തം, ചിത്തിര, 2 പാദം നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാമെങ്കിലും പൂർണ്ണമായിട്ടും തൃപ്തികരമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് നിലനിൽക്കുന്നു. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, മാതാവ് മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എങ്കിലും
അത് അത്രമാത്രം പ്രാബല്യത്തിൽ വന്നു ചേരണമെന്നില്ല എന്നുള്ളതും മനസ്സിലാക്കി വേണം ജീവിക്കുവാനായിട്ട്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും ഇവർക്ക് അനുകൂലമായി അങ്ങോട്ട് വന്നു ചേരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്നില്ല. രോഗം, ശത്രുത, കടബാധകളെയുള്ള പ്രതിസന്ധികളൊക്കെ ഇവർക്ക് ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ അതൊരു നിശ്ചലാവസ്ഥയിൽ കൂടി പോകുന്നു, വലിയ രൂക്ഷമാകാതെ അതൊക്കെ പോകുന്നു എന്നുള്ളതും പ്രത്യേകതയായിട്ട് നിലനിൽക്കുന്നു. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല, ഭാര്യ ഭർത്തൃ സുഖാനിയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെയാണ് ഇപ്പോൾ ഈ കന്നിക്കൂറുകാർ അനുഭവിക്കുന്നത്. തൊഴിലിടങ്ങളിൽ അഷ്ടമത്തിൻ്റെ അധിപനായ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് ഇവർ കടന്നു പോകുന്നു. ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ അങ്ങോളം വേണ്ടുവോളം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാതെ അതൊക്കെ തടസ്സപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് എണ്ണി പറയുവാനൊന്നും ഇല്ല എങ്കിൽ പോലും ഏറെക്കുറെ നീന്തി ഈ അക്കരെ കടക്കുന്നത് പോലെയുള്ള ഒരു അനുഭവത്തിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. വലിയ മെച്ചപ്പെട്ട സാഹചര്യങ്ങളൊന്നും തൊഴിലിടങ്ങളിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നില്ല. ലാഭകരമായ അനുഭവങ്ങളൊന്നും വേണ്ടുവോളം ഇവർക്ക് വന്നു ചേരുന്നില്ല. നഷ്ടസാധ്യതകൾ തന്നെയാണ് എപ്പോഴും കൂടെ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെയാണ് ഈ കന്നിക്കൂറുകാർ വെള്ളിയാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഒരുപക്ഷെ പ്രായത്തിൻ്റെയും ദശകാല വ്യത്യാസത്തിൻ്റെയൊക്കെ അനുസരിച്ച് ഈ പറഞ്ഞ നക്ഷത്രഫലങ്ങളൊന്നും കന്നിക്കൂറുകാർക്ക് വന്നു ചേരണമെന്നില്ല എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര, രണ്ടുവാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമോ മക്കളെ കൊണ്ടുള്ള വലിയ നേട്ടമോ ഇവർക്ക് വന്നു ചേർന്നില്ല എങ്കിൽ പോലും രോഗം, ശത്രുത, കടബാധയുള്ള വലിയ പ്രതിസന്ധികളൊന്നും ഇവരെ അലട്ടുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. എങ്കിലും സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവരുടെ ജീവിതത്തെ അലട്ടുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണമെന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നു. മാരകമായ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഒന്നും ഇവരുടെ ജീവിതത്തിൽ അലട്ടുന്ന ദിവസമല്ല വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യം കൊണ്ട് ഇവർ പ്രസിദ്ധരാകുവാനും സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ലാഭകരമായ അനുഭവങ്ങൾ കൊണ്ട് ധനധാന്യ സമൃദ്ധിയൊക്കെ ഇവർ അനുഭവിക്കുന്ന സമയവുമാണ്. നഷ്ടസാധ്യതകളൊക്കെ വളരെ കുറവായി നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ സ്ത്രീകൾ മുഖേനയുള്ള അപമാനം കൊണ്ടും ധനത്തിൻ്റെ അമിതമായ ചെലവ് കൊണ്ടും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യവും കൂടി തുലാക്കൂറുകാർ അറിഞ്ഞിരിക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുവാൻ തക്കതായ ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യമായ അനുഭവങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് ഈ ജാതകരെ ഭാഗ്യം അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ധനഭാവവും അനുഗ്രഹിക്കുന്നു. രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം ഭാഗ്യഭാവത്തിൻ്റെ അധിപനെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ഭാഗ്യവും ധനവും ഇവരുടെ കൂടെ വന്നു ചേർന്ന് ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊന്നും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമല്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരു നിശ്ചലാവസ്ഥ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് കാര്യമായി വന്നു ചേരാത്തൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മക്കൾ മുഖേനയുള്ള കാര്യങ്ങൾ പലരുടെയും ജീവിതത്തിൽ തടസ്സപ്പെട്ടു പോകുന്നു. മക്കളുടെ പല കാര്യങ്ങളും നടക്കാതെ പോകുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. രോഗം, ശത്രുത, കടബാധകളിലുള്ള പ്രതിസന്ധികളൊക്കെ ഇവർക്ക് ഉണ്ട്. ഇവർ തന്നെ ഈ ജാതകർ തന്നെ ഇവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അറിഞ്ഞോ അറിയാതെ ഇവരുടെ വായിൽ നിന്നും വാക്കുകളിൽ നിന്നും ഒക്കെ അബദ്ധത്തിൽ പെട്ടുപോകുന്നതൊക്കെ വന്നു പോകുന്നതുമൊക്കെ ഇവർക്ക് വിനയായി വന്നു ചേരുന്നൊരു സമയമാണിപ്പോൾ. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട സമയമാണിപ്പോൾ ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകും. ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധിയെയും ഒറ്റക്കെട്ടായിട്ട് നേരിടുവാൻ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്കിലും ഈ ജാതകർ ഇവർ തന്നെ അറിഞ്ഞോ അറിയാതെ ഇവർക്ക് ദോഷം വരുത്തി വെക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യമായ അനുഭവങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാതെ ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമെങ്കിലും പരാജയമാണ് അവിടെ സംഭവിക്കാൻ സാധ്യത. പുത്രദുഃഖവും ചിലരിൽ അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കുക. ഈ ജാതകരെ സംബന്ധിച്ച് പെൺമക്കൾ മുഖേനയുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. അവർ മുഖേന വേദനിക്കേണ്ട സാഹചര്യങ്ങളൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും സ്ത്രീകൾ മുഖേനയുള്ള നഷ്ടസാധ്യതകൾ ഇവരുടെ കാര്യവിജയത്തിങ്കിൽ എത്തിച്ചേരുന്നു. അതായത് ഒരു കാര്യം വിജയിക്കുമ്പോൾ അവിടെ സ്ത്രീകൾ മുഖേന ഒരു നഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്നും വൃശ്ചികക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. കാരണം അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 12ാം ഭാവത്തിൽ നിൽക്കുകയും 6ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം 12നെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു. നല്ലൊരു ഗ്രഹസ്ഥിതിയല്ല. 6, 8, 12 ഇവർ 3 പേരും കൂടി കിടന്ന് കളിക്കുന്ന ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് ധനുക്കൂറുകാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്.
ധനുക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം. വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് രോഗം, ശത്രുത, കടബാധ്യതകളെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഇല്ല എങ്കിൽ പോലും ഈ വെള്ളിയാഴ്ച ദിവസം സൂക്ഷിക്കണം. കാരണം 6ൽ നിൽക്കുന്ന വ്യാഴം 12ൽ നിൽക്കുന്ന ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു. 12ൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനുമാണ്. അപ്പോൾ 6, 8, 12 വഴിയുള്ള ചുറ്റിക്കളി ആയതുകൊണ്ട് അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും നാളെ പ്രതീക്ഷിക്കത്തക്ക വിധത്തിൽ ഒന്നും ഉണ്ടാകണമെന്നില്ല. സുഹൃത്തുക്കൾ, സൗകര്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. വീട്, വസ്തു, വാഹനം, ഭൂമി, മാതൃസ്വത്തൊക്കെ അനുഭവത്തിൽ വന്നു ചേരാനുള്ള ദിവസമാണ് നാളെ വെള്ളിയാഴ്ച ദിവസമെങ്കിലും തടസ്സപ്പെട്ടു പോകാനൊക്കെയാണ് സാധ്യത കൂടുതലും. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ തൃപ്തികരമാകണമെന്നില്ല. പുത്ര ദുഃഖമൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കാര്യപരാജയം എവിടെ ചെന്ന് തൊട്ടാൽ അവിടെയെല്ലാം പരാജയം സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗശത്രുത, കടബാധകളാൽ വലിയ പ്രതിസന്ധികളൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും ഉണ്ട് എന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അഷ്ടമത്തിൻ്റെ അധിപനാണ് 12 നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങൾ നേടാമെന്ന് വിചാരിച്ചാലും ഭാഗ്യാധിപൻ തുണയ്ക്കുന്നൊരു ദിവസമല്ല വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നില്ല. തൊഴിൽഭാവത്തിൻ്റെ അധിപനായ ബുധൻ മൗഢ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷയ്ക്കൊത്ത് വന്നു ചേരാത്തൊരു ദിവസവുമായിരിക്കും. ലാഭകരമായ അനുഭവങ്ങൾ സ്ത്രീകൾ മുഖേന പ്രതീക്ഷിക്കാമെങ്കിലും അതൊക്കെ തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഈ ജാതകരെ സംബന്ധിച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസവുമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് ധനുക്കുറുകാരും അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാലി, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല വാക്കുകൾ, സ്നേഹിതരുടെ ഭാഗത്തു നിന്നുള്ള നല്ല വാക്കുകളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല അല്ലെങ്കിൽ ദിവസമല്ല വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന എത്ര നല്ല പ്രവൃത്തിയാണെങ്കിൽ പോലും അതിനെല്ലാം മോശമായിട്ട് പ്രതികരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരും. എവിടെ ചെന്ന് നല്ലത് ചെയ്താലും മോശമായിട്ട് അതൊക്കെ വന്നു ചേരുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. സുഹൃത്തുക്കൾ, സൗകര്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊന്നും പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയം കൈവരിക്കണമെന്നില്ല. രോഗം, ശത്രുത, കടബാധകളായുള്ള വലിയ പ്രതിസന്ധിയൊന്നും ജീവിതത്തിൽ വന്നു ചേരാത്ത ദിവസമാണ്. ആരോഗ്യസ്ഥിതി മെച്ചമായ സാഹചര്യമാണ്. ദാമ്പത്യ ജീവിതം വിജയമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, പിതാവ് മുഖേനയുള്ള അനിഷ്ടം നിങ്ങൾക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ തന്നെ ലാഭകരമായ അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. നഷ്ടസാധ്യതകൾ വളരെ കുറവായൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതും മകരക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ജന്മശനിയുടേതായ ദോഷങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഒരുപക്ഷെ ഇതിനു മുമ്പ് ശനി മൗഢ്യത്തിലാകുന്നതിന് മുമ്പ് ജന്മശനിയുടേതായിട്ടുള്ള പല പ്രതിസന്ധികളും ഈ ജാതകരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ലാതെ കടന്നു പോകുന്നു. ശനി മൗഢ്യത്തിലാണ്, ശനി ഉറങ്ങുകയാണ്. അതിൻ്റേതായ പ്രശ്നങ്ങളൊന്നും ഈ ജാതകരുടെ ജീവിതത്തിൽ ഇല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സ്ത്രീകൾ മുഖേന ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുന്നു. ഒക്കെ നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാമെങ്കിലും ചില അസ്വസ്ഥതകളൊക്കെ കുടുംബത്തിലുണ്ട്. സുഹൃത്തുക്കളെ കൊണ്ടാണെങ്കിലും സഹോദരങ്ങളെ കൊണ്ടാണെങ്കിലും വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് വിജയിക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് പുത്രദുഃഖം ചിലരൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളാലുള്ള വലിയ പ്രതിസന്ധി ഈ വെള്ളിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത കുറവാണ്. ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ബന്ധുക്കൾ മുഖേനയുള്ള കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഇവരുടെ കുടുംബത്തെ ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഭാഗ്യം കൊണ്ട് സ്ത്രീകൾ മുഖേന ധനം ഇവരുടെ കുടുംബത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതൊരു നേട്ടമായിട്ട് വന്നു ചേരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി വന്നിരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വന്നു ചേരുന്നു. നഷ്ടസാധ്യതകൾ ഇവർക്ക് വളരെ കുറവായൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതും കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികൾ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം സുഖസ്വസ്ഥത ഏകതന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന ദിവസമല്ല. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ മെച്ചമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. മാതാവിനെ കൊണ്ടുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്.
രോഗം, ശത്രുത, കടബാധകളാലുള്ള വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും വന്നു ചേരാത്ത ദിവസമാണെങ്കിലും സ്ത്രീകൾ മുഖേന ഇക്കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം പൂർണ്ണമായിട്ടും തൃപ്തികരമാകണമെന്നില്ല. സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. ഭാഗ്യം കൊണ്ട് മാതാവ് മുഖേനയും മക്കൾ മുഖേനയും ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റുന്ന അനുകൂലമായൊരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം വലിയ മെച്ചമായിട്ട് വന്നു ചേരാത്തത് കൊണ്ട് ഇവർക്ക് കടം വാങ്ങിക്കേണ്ട ഒരു സാഹചര്യമാണ്. തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം പലർക്കും തികയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. സ്ഥിരജോലി ഉള്ളവർക്ക് ഇത് ബാധകമല്ലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ കടം വാങ്ങിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങളൊന്നും തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാത്തൊരു ദിവസമാണ്. അതുപോലെ തന്നെ 12-ലെ ശനി മുഖേനയുള്ള നഷ്ടസാധ്യതകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതും മീനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.